ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ തുർക്കി ക്രിമിനൽ കോടതി ഉത്തരവിട്ടു. ഇതോടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റെഡ് ക്രോസിനെ സമീപിക്കാൻ വേണ്ടി ഇന്റർപോളിൻ്റെ റെഡ് നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുർക്കി ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇവിടെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ രാജ്യത്തെ കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉത്തരവ് സൈനികപരമായി നടപ്പിലാക്കാൻ ഈ രാജ്യത്തിലെ സൈനികർ എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട്. അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഈ സമൂഡ് ഫ്ലോട്ടിലെ തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം മുൻപേ ഉണ്ടായിരുന്നു. അത് സങ്കീർണമായിരുന്നു. ഗസയിലേക്ക് തുർക്കിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ സംഘടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഫ്ലോട്ടിലെയാണ് അന്താരാഷ്ട്ര കടൽപാതയിൽ വെച്ചിട്ട് ഇസ്രായേൽ തടയുന്നത്. അന്ന് തന്നെ വലിയ സംഘർഷാവസ്ഥയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സംഭവമാണ്. ആ സംഭവത്തിൻ്റെ തുടർച്ചയായ രീതിയിലാണ് പിന്നീട് ഈ തുർക്കി കോടതിയെ സമീപിച്ച് നീതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്ന ഈ പോക്കിരുത്തം ജൂലൈ 11 ഇസ്താംബൂളിലെ ക്രിമിനൽ കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നെതന്യാഹുവിനെതിരെ. ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന സമയത്ത് ഇത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. നടപ്പിലാക്കാൻ പറ്റും എന്ന് ഇറാൻ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അത് 2022 സംഭവം. പേർഷ്യൻ കടലിൽ വെച്ച് 2 അമേരിക്കയുടെ കപ്പൽ ഇറാൻ റാഞ്ചിയെടുത്തു. ആ പ്രയോഗം അങ്ങനെ തന്നെയാണ് അതിൽ വന്നത്. അതിൻ്റെ കാര്യം, ഇതിന് മുൻപ് ഒരു കപ്പൽ തടയുകയും അന്താരാഷ്ട്ര പാതയിൽ വെച്ചാണ് കപ്പൽ തടഞ്ഞത് എന്ന് ഇറാൻ പറയുന്നു. 2022-23 കാലഘട്ടത്തിൽ നടന്ന സംഭവമാണത്. തടയുകയും ആ കപ്പലിലെ ഈ പെട്രോളിയം, അതായത് ക്രൂഡ് ഓയിൽ ഇറാന് നൽകാതിരിക്കുകയും ചെയ്തു. അതെന്തോ മറ്റെന്തോ പ്രവർത്തനത്തിൽ ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇറാൻ്റെ ആരോപണം അങ്ങനെയാണ്. അങ്ങനെ വന്ന സ്ഥലത്ത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി, അഭിമാനക്ഷത ഉണ്ടായി. ആർക്ക്? ഇറാൻ എന്ത് ചെയ്തു? അവരുടെ കോടതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്തു. കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അമേരിക്കയുടെ കപ്പൽ തത്തുല്യമായ രീതിയിൽ നിങ്ങൾ തടഞ്ഞു വെച്ചിട്ട് അതിലുള്ള ക്രൂഡ് ഓയിൽ അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും വസ്തുക്കളുണ്ടോ, ആ വസ്തുക്കൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഉപയോഗിക്കാമെന്ന ഉത്തരവ്. ഇറാൻ അത് കാതോർത്ത് നിന്നു എന്നൊക്കെ പറയുന്ന പോലെ പേർഷ്യൻ കടലിൽ 2 അമേരിക്കയുടെ കപ്പൽ അങ്ങനെ വെറുതെ ഉലാത്തിങ്ങായിട്ട് പോകുന്ന സമയത്ത് ഇറാൻ്റെ IRGC വളയുകയും പിടികൂടുകയും അവരുടെ അതിർത്തിയിലേക്ക് എത്തുകയും അത് പെട്രോളിയമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പെട്രോളും ഊറ്റിയെടുക്കുകയും ചെയ്തു. അമേരിക്കയ്ക്ക് വല്ലാത്തൊരു നാണക്കേടുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. പകരത്തിന് പകരം എന്ന് ഇറാൻ അതിന് മറുപടി നൽകുകയും ചെയ്തു. പിന്നീട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏറ്റുമുട്ടൽ നിന്നാൽ ഈ പേർഷ്യൻ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടും അറേബ്യൻ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടും വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് അമേരിക്കയെ അന്ന് ഗുണദോഷിക്കുകയും ചെയ്തു. നിങ്ങൾ എടുത്തു ചാടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കടലിന് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സ്വഭാവ രീതി കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയ സൈനികർ ഒരുപക്ഷെ ലോകത്ത് ഇറാനെ പോലെ മറ്റാരുണ്ടാവില്ല. കടൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്, കടലിൻ്റെ ആയപ്പരപ്പ് എത്രത്തോളം ഓരോരോ ഭാഗങ്ങളിലുണ്ട്, മൺതിട്ട കൂടിയിരിക്കുന്ന ഭാഗം എവിടെയാണ്, ഏറ്റവും താഴ്ചയുള്ള ഭാഗം ഏതാണ് കപ്പലിന് വളരെ എളുപ്പത്തിൽ സഞ്ചാരം നടത്താൻ വേണ്ടി പറ്റുക, കപ്പൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏതുണ്ട്, അത് കൃത്യമായിട്ടാണ്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ അമേരിക്ക രഹസ്യമായ രീതിയിൽ ഈ ഒമാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു കടൽപാത ഉണ്ടാക്കി. അതെപ്പോൾ ഈ ആയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങ് നടക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യം മുഴുവൻ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുഴുവനും ഖംനായുടെ അന്ത്യോപചാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായിട്ട് നിൽക്കുന്ന സമയത്താണ് രഹസ്യമായി ഇവർ പണിയൊപ്പിച്ചത് അമേരിക്ക. അതിലൂടെ കപ്പൽ പോയി. 2 കപ്പൽ പോയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. അത് ഒന്ന് UAE'യുടേതായിരുന്നു, ഒന്ന് സൗദി അറേബ്യയുടെ ആയിരുന്നു. ഇവർ ആക്രമിച്ചു, തകർത്തു. സൗദി അറേബ്യയുടെ കപ്പലിൻ്റെ പകുതിയെങ്കിലും നശിച്ചു എന്നുള്ള റിപ്പോർട്ടൊക്കെയാണ് പുറത്ത് വന്നത്. 3 കപ്പലുണ്ടായി. ഒരു കപ്പൽ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ആ കപ്പൽ ഇതുവരെ കണ്ടിട്ടുമില്ല. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു കപ്പൽ ഇങ്ങനെ പോകുന്നതിനിടയിൽ മൺകൂനിൽ തട്ടിയിട്ട് നിന്നുപോയി. ആ നിന്നുപോയ സമയത്താണ് ഇറാൻ അതിന് മറുപടി പറഞ്ഞത്. ഏതൊക്കെ ദേശത്ത് ഏതൊക്കെ ഭാഗങ്ങളിൽ കപ്പൽ സഞ്ചാരം സ്വതന്ത്രമായിട്ട് നടത്താൻ വേണ്ടി സാധിക്കും എന്ന് തങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ലംഘിച്ചതാണ് പ്രശ്നമുണ്ടായത്. അത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും എന്നവർ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് അവരുടെ നോളജാണ്, ഇറാനികളുടെ കടലുമായിട്ട് ബന്ധപ്പെട്ട നോളജ്. ചെങ്കടലിൽ ഹൂത്തികൾ എങ്ങനെയൊക്കെയാണ് ഇടപെടൽ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. പിന്നീട് അമേരിക്കയും ഈ ഹൂത്തികളും തമ്മിൽ കരാറുണ്ടാക്കിയതിന് ശേഷമാണ് അമേരിക്കൻ സൈനികർ യഥാർത്ഥത്തിൽ കിടന്നുറങ്ങിയത്, നേരെ ഉറങ്ങിയത്. അതുകൊണ്ട് അതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ഇറാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തുർക്കി അത് ചെയ്യും. തുർക്കി ഏതൊക്കെ പണിയാണ് ഒപ്പിക്കാമെന്ന് പറയാൻ പറ്റില്ല. തുർക്കി എല്ലാ കാലത്തും ഇസ്രായേൽ വിരുദ്ധരാണ്. ആദ്യമൊക്കെ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു, എംബസി കോൺസുലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം അടിച്ചുപൂട്ടി. ഇപ്പോൾ
ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണെന്നും ഭീകര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നെതന്യാഹു എന്നും UN സഭയിൽ വെച്ച് റജബ് തയ്യിബ് ഉർദുഗാൻ എന്ന് പറയുന്ന തുർക്കിയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചത് വല്ലാത്ത രീതിയിൽ ആയത്തിൽ ഇസ്രായേലിന് മുറിവേറ്റിരുന്നു. അതൊരു പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടെലിഫോൺ വിളിച്ചൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇപ്പോൾ പറയുന്നത് സമൂഹ ഫ്ലോട്ടില്ല തടഞ്ഞതിനെതിരെ, അതായത് ഗസയിലേക്ക് സമാധാന ആവശ്യത്തിന് വേണ്ടിയും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്ന്, ഭക്ഷണം, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വഹിച്ചുകൊണ്ടാണ് സമൂഹ ഫ്ലോട്ടില്ല തുർക്കിയിൽ നിന്ന് ഗസയിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ വികൃതമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ മുഖം ഒന്നുകൂടി വികൃതമാവില്ല എന്ന് ഞങ്ങൾ കരുതിയിരുന്നു എന്നുള്ളതാണ് പുറപ്പെടുന്നതിന് മുൻപ് അതൊരു സാമൂഹ്യ പ്രവർത്തക പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നത്. അപ്പോൾ ഇപ്പോൾ തുർക്കി ചെയ്തിരിക്കുന്ന കാര്യം ജൂലൈ 11 ഉത്തരവിന് ശേഷം ഇൻ്റർപോളിനെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇൻ്റർപോളിനെ സമീപിച്ചാൽ തുർക്കി കാണുന്ന വിഷയം എന്ന് പറഞ്ഞത് മറ്റ് ഏതെങ്കിലും 196 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പ്രവേശിച്ച് കഴിഞ്ഞാൽ UN സഭയിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ളൊരു അവസരം തുർക്കിക്ക് വന്നു കിട്ടും. അതുകൊണ്ട് അവസരം ഉപയോഗിക്കുകയും ഇസ്രായേലിനെ വികൃതമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തുർക്കിയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം ഒപ്പിച്ചത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വംശഹത്യ, മാനുഷിക സഹായം തടയൽ, വ്യക്തിഹത്യ, ഈ ആക്രമണം, കവർച്ച, വാഹനം തട്ടിയെടുക്കൽ, മനഃപൂർവ്വമുള്ള കൊലപാതകം, പിന്നെ അതോടൊപ്പം തന്നെ മതസ്ഥാപനങ്ങൾ തകർക്കൽ, കുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തൽ, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന 15ലധികം ക്രൂരഹത്യകൾ. അത് യുദ്ധവിരുദ്ധ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു രീതിയിൽ അങ്ങനെ നീങ്ങാൻ വേണ്ടി പറ്റും. പിന്നീട് മാനുഷികപരമായിരിക്കുന്ന പരിഗണന നൽകാത്ത രീതിയിൽ യുദ്ധമുഖത്ത് നടത്തിയിരിക്കുന്ന കൊടും ക്രൂരത, ഈ 2 കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ തുർക്കി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആരാധനാലയങ്ങൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നത് അത് വംശഹത്യയുടെ ഭാഗം തന്നെയാണ്. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ആരാധനാലയം ഉയർന്നു വരുന്നത്. അതിനെ തകർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വംശീയ ഉന്മൂലനത്തിൻ്റെ നാന്ദി കുറിക്കപ്പെടുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ഇസ്രായേൽ ചെയ്തത് എന്ന് ചുരുക്കം. കപ്പൽ വ്യൂഹത്തെ തടഞ്ഞ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. കപ്പൽ വ്യൂഹത്തെ തടഞ്ഞു സംഭവം അന്താരാഷ്ട്ര ജലാതിർത്തിയിലാണ്. മാനുഷിക സഹായത്തെ എതിർക്കുന്ന വിഭാഗം പോലും ചെയ്യാത്ത പ്രവർത്തനം ഇസ്രായേൽ ചെയ്തു. ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര മേഖലയിൽ കടലിലുള്ള പ്രത്യേക അന്താരാഷ്ട്ര പാതയിൽ ഒരു കപ്പലിനെ തടയാൻ മറ്റൊരു കപ്പലിനും അധികാരമില്ല. അങ്ങനത്തെ ഈ സൈനികപരമായിരിക്കുന്ന ബലം ഉപയോഗിച്ചുകൊണ്ട് അത് തടയുന്നത് അന്താരാഷ്ട്ര നീതി വ്യവസ്ഥയുടെ ഏറ്റവും തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണ് എന്നതിനാൽ തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഇവരെ കേസ് ചാർജ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നിയമമുണ്ട്. അതാണ് അതിൻ്റെ ഭാഗം. ഈ പ്രവർത്തനമാണ് ഇസ്രായേൽ തോക്കും ചൂണ്ടിക്കൊണ്ട്, അല്ലാതെ ആയുധം കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജൂലൈ 11 ആ വിധി പ്രസ്താവ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീർച്ചയായിട്ടും തുടർച്ച ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഇത്തരം സംഭവം മുൻപുണ്ടായിട്ടുണ്ടോ? അതായത് ഈ പറയപ്പെട്ട സംഭവം റെഡ് നോട്ടീസ് നൽകുക എന്ന് പറയുന്നത് മുമ്പുണ്ടായിട്ടുണ്ട്, പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് മുൻ ഉക്രൈൻ്റെ പ്രസിഡന്റിന് റെഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മുൻ പനാമ പ്രസിഡന്റിനും റെഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയെ പൂട്ടാൻ വേണ്ടിയിട്ട് നെതന്യാഹുവിനെ നിയന്ത്രിക്കുന്ന ഒരു നോട്ടീസായിട്ട് ഈ പറയപ്പെട്ട റെഡ് നോട്ടീസിന് സാധ്യതയുണ്ട് എന്ന് പോലും വിലയിരുത്തുന്നു. ഇപ്പോൾ വല്ലാത്ത രീതിയിലൊരു സാഹചര്യത്തിലേക്കും അവസ്ഥയിലേക്കും ഇസ്രായേൽ നീങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളൊന്നും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. മാത്രവുമല്ല എതിർത്ത് സംസാരിക്കുന്നു. എന്നാൽ അമേരിക്കയെ പേടിച്ചിട്ടായിരുന്നു ഒരു പരിധി വരെ രാജ്യങ്ങളൊക്കെ മിണ്ടാതിരുന്നത്. ഇപ്പോൾ അമേരിക്കയും ഭയമില്ലാത്ത രീതിയിൽ അമേരിക്കയോട് തന്നെ കയർത്തുകൊണ്ട് സംസാരിക്കുന്ന സ്ഥിതിയിലേക്ക് ബഹ്റൈനും കുവൈത്തും പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ പോലും മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിസ്സാരമായിരിക്കുന്ന വിഷയമായിട്ടല്ല അമേരിക്ക ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് തുറന്ന രീതിയിലൊരു യുദ്ധം ഇറാന് നേരെ നടത്താൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമില്ലെന്നും അത് വലിയ രീതിയിലുള്ള വിനാശകരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇറാൻ അതിന് പ്രതികരിച്ച് വിനാശകരമായിരിക്കുന്ന വിഷയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അകത്തല്ല ട്രംപ് ഉദ്ദേശിച്ചത്, അമേരിക്കയുടെ സൈനികർക്കും അതോടൊപ്പം തന്നെ അമേരിക്കയെ പിന്തുണക്കുന്ന ഇസ്രായേലിലെ സൈനികർക്കും ഉണ്ടാകുന്ന വിഷയമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന കാര്യം കൂടിയും
അതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥാ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഈ ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ആഹ്ലാദ പ്രകടനമൊക്കെ ഇപ്പോൾ തുർക്കിയുടെ ഭാഗത്ത് നടക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഏതായിരുന്നാലും ഇത് മറ്റൊരു രീതിയിലേക്ക് ഈ യുദ്ധാവസ്ഥ എത്താനുള്ള സാധ്യത കൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.